പത്തനംതിട്ടയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അടവി. കേരളത്തിൽ ആദ്യമായി കൊട്ടവഞ്ചി യാത്ര ആരംഭിച്ചത് ഇവിടെയാണ്. കാടിൻ്റെയും കാട്ടരുവിയുടെയും സംഗീതം ആസ്വദിച്ച് കല്ലാർപ്പുഴയിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ്. പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, അതായത് കോന്നി താനിത്തോട് റൂട്ട് സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. മുട്ടേമുഴി പാലം എത്തുന്നതിന് മുമ്പായി വലത്തേക്ക് മണ്ണിറ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏകദേശം 300 മീറ്റർ സഞ്ചരിച്ചാൽ ഇടതുഭാഗത്തായി അടവി എക്കോ ടൂറിസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ അടവിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കോന്നി എക്കോ ടൂറിസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകും. ക്യാഷർ മലയാളിയാണ്. അല്ല ഇപ്പൊക്കെ ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ബോധു ഇതാണ് കൊട്ടവഞ്ചി. ടാറൊക്കെ വെച്ച് കൊട്ട സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം. എങ്ങനെയുണ്ട്? നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അതിമനോഹരമായ സ്ഥലത്ത് കുറേ നേരം വെറുതെ ഇരിക്കുവാനും സംസാരിക്കുവാനും കാഴ്ചകളൊക്കെ കാണുവാനും ഒക്കെ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അടവി എക്കോ ടൂറിസം. അപ്പോൾ അതെ, നമ്മൾ അടവിയിൽ വന്നിരിക്കുകയാണ്. അടവിയിൽ നമ്മൾ എന്താ സാധനത്തിൻ്റെ അപ്പോൾ കൊട്ടവഞ്ചിയിലൊക്കെ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി കാടിൻ്റെ മനോഹരമായ കാഴ്ച അല്ലേ ഇടർക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കൊട്ടവഞ്ചിയിലൊക്കെ കയറിട്ടാം. ഖമാൻ. കുട്ടവഞ്ചി യാത്ര തന്നെയാണ് അടവിയുടെ പ്രത്യേകത. ഷോർട്ട് ഡ്രൈവിന് ഏതാണ്ട് 600 രൂപയും ലോങ് ഡ്രൈവിന് 900 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. ഫുഡ് കഴിക്കാനായി ഇവിടെ തന്നെ വനശ്രീ കഫേയും ഉണ്ട്. അടവി എന്ന ഈ മനോഹര സ്ഥലം കൊറാക്കൽ ബോട്ട് സഞ്ചാരത്തിന് പേര് കേട്ടതാണ്. കുട്ടവഞ്ചി സഞ്ചാരം എന്നാണ് സാധാരണമായി പറയാറ്. നമുക്ക് ആവശ്യാനുസരണം യാത്രകൾ നടത്താവുന്നതാണ്. ലോങ് ആയോ ഷോർട്ടായോ ഒക്കെ യാത്രകൾ നടത്താം. കല്ലാർ നദി നിറഞ്ഞു കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാഹസ്യമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നത്. എങ്കിലും വെള്ളമില്ലാത്ത സമയത്തും മനോഹര കാഴ്ചകൾ കണ്ട് പതിയെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അടവിയിലെ ഇപ്പോൾ അത്യാവശ്യം വെള്ളക്കുറവാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ അടവിൽ കൂടി ഇങ്ങനെ അടവിയിലെ ഈ ചെറിയ അരുവി, കാട്ടരുവി, അത് നമ്മളിങ്ങനെ കാട്ടരുവി കൂടെ നീന്തി വരികയാണ്. എടാ നീന്തി വാടാ, നീ കാല് പൊക്കി വെയ്. ഇറക്കെ എങ്ങനെയുണ്ട് ഇറക്കെ? എന്തോ കാണിക്കുക, ചാടി വരാൻ ഇതെന്തോ കാണിക്കുക. ഇത് നടുക്ക് കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് ഗൈസ്. അടിപൊളിയാണ് കാണാനായിട്ട്. വാവ്, സൂപ്പർ.
എന്തോടാ 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 അടിപൊളി വെരി കൊല്ലത്തും കിട്ടും. ഫുൾ കാടാണ്. കാടിൻ്റെ നടുക്കൂടി ഒഴുകുന്ന അരുവി. ഭയങ്കര മീൻപിടുത്തമാണ് ഗൈസ്. ശരി അതാ അത് ചേച്ചി പിടിക്കുമ്പോൾ തന്നെ ഒരു സൈഡ് അങ്ങ് ലൂസായി പോകും. പരലാണോ എന്ത് സാധനം? പരലാണെന്ന് തോന്നുന്നല്ലേ, വരയുള്ള പരല്. ആ വേണു 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 രണ്ട് കുഞ്ഞു മീനെ കിട്ടി ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ കാടിൻ്റെയും കാട്ടരുവിയുടെയും സംഗീതമൊക്കെ ആസ്വദിച്ച് കല്ലാർപ്പുഴയിലൂടെയുള്ള ഈ കൊട്ടവഞ്ചി ആസ്വദിക്കണമെങ്കിൽ അടവിയിലേക്ക് വരാം. അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഇടമാണ് അടവി. അപ്പോൾ അടവിയിലേക്ക് വരിക, അടവിയുടെ കാഴ്ചകൾ കാണുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.